ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? വരകളും വട്ടങ്ങളുമാണ് അല്ലേ? അതിൽ വരകൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാം വരച്ച് പഠിക്കണം കേട്ടോ. എക്സാമിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, വരയ്ക്കാൻ എന്തായാലും ഒരു ക്വസ്റ്റ്യന് ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പം അത് മറന്നു പോവാതെ എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഒന്ന് വരച്ച് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് വരും വേണം കേട്ടോ. അപ്പൊ അടുത്ത നമുക്ക് എന്താ പറയാനുള്ളത്? വട്ടക്കണക്ക്. എന്തിനെ കുറിച്ചാ പറയാനുള്ളത്? വട്ടക്കണക്ക്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്? വരകളെ കുറിച്ച് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത്? വട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആരെ കുറിച്ചാണ് പറയുന്നത്? വട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഹെഡിങ് നോക്കിക്കേ, വട്ടക്കണക്ക്. എന്താ ഹെഡിങ്? എന്താണ്? വട്ടക്കണക്ക്. വട്ടം അല്ലെങ്കിൽ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? സർക്കിൾ എന്നാ പറയുന്നത് കേട്ടോ. സർക്കിൾ വരയ്ക്കാൻ എളുപ്പമല്ലേ? വരയ്ക്കാൻ എളുപ്പമല്ലേടാ? എളുപ്പമാണല്ലേ. നാണയമോ കുപ്പിയുടെ അടപ്പോ ഉപയോഗിച്ച് ചെറുവട്ടങ്ങൾ വരയ്ക്കാം. അപ്പൊ എന്റെ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് അമ്മേനോട് പറയാം, അമ്മേ എനിക്കൊരു നാണയം തരാമോ എന്ന് ചോദിക്കുക കേട്ടോ. എന്നിട്ട് നാണയം ഈ ബുക്കിൽ ഉറപ്പിച്ച് വെച്ചിട്ട് നിങ്ങളുടെ പെൻസിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഒരു വട്ടം വരച്ച് നോക്കുക കേട്ടോ. അതേപോലെ അമ്മയോട് ചോദിച്ചിട്ട് ഒരു കുപ്പിയുടെ അടപ്പും വാങ്ങിയിട്ട് അതും ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഒരു വട്ടം വരച്ച് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്പം കൂടി വലിയ വട്ടമാണെങ്കിലോ? നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? അല്പം കൂടി വലിയ വട്ടം നമുക്ക് എങ്ങനെയാ വരയ്ക്കാൻ പറ്റുന്നത്? ഒരു വള എന്തുപയോഗിച്ച് വരയ്ക്കാം? ഒരു വള ഉപയോഗിച്ച് വരയ്ക്കാം അല്ലേ? അപ്പൊ കൂട്ടുകാരൻ നോട്ട്ബുക്കിലേക്ക് എന്തും വരച്ച് നോക്കണം? ഒരു വള ഉപയോഗിച്ച് ഒരു വട്ടം വരച്ച് നോക്കണം കേട്ടോ. അതുപോരെങ്കിൽ പാത്രത്തിന്റെ അടപ്പ്, അങ്ങനെ പലതും ഉപയോഗിക്കാം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പാത്രത്തിന്റെ അടപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് വട്ടം വരച്ച് നോക്കുക കേട്ടോ. ചെറുതോ വലുതോ ആയ വട്ടം വരയ്ക്കാനുള്ള ഉപകരണം ജാമിതി പെട്ടിയിലുണ്ട്. അപ്പൊ നമുക്ക് ചെറിയ വട്ടം വരയ്ക്കണോ? വരയ്ക്കാം. വലിയ വട്ടം വരയ്ക്കണോ? വരയ്ക്കാം. ഇതിനുള്ള ഒരു ഉപകരണം എവിടെയുണ്ട്? ജാമിതി പെട്ടിയിൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഉണ്ട് എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ പേരെന്താ നോക്കിക്കേ? കോമ്പസ് എന്നാണ് അതിന്റെ പേര്. എന്താ അതിന്റെ പേര്? കോമ്പസ് എന്നാണ്. നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ നോക്കിക്കേ, കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പിക്ചറിൽ കുട്ടികൾ വട്ടം വരയ്ക്കുന്നുണ്ട് അല്ലെ. ഇതെങ്ങനെയാ വരയ്ക്കുന്നത്? ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കുട്ടി ഒരു കമ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ കമ്പിന്റെ ഒരറ്റത്ത് ഒരു വള്ളി കെട്ടിയിട്ട് മറ്റേ കുട്ടി എന്ത് ചെയ്യാണ്? വൃത്തം വരച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇങ്ങനെ വൃത്തം വരയ്ക്കുന്ന സാധാരണ എവിടെയാണ്? നമ്മൾ ഓണത്തിന് അത്തപ്പൂക്കൾ ഇടുമ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൃത്തം വരയ്ക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്? കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുന്നുണ്ട് അല്ലെ. ഇവിടെ എന്താണ്? വൃത്തം എങ്ങനെയാ വരയ്ക്കുന്നത്? ഒരു കുട്ടി എങ്ങനെയാ വരയ്ക്കുന്നത്? അവന്റെ കാൽ ഉപയോഗിച്ചിട്ട് അല്ലെ. ഇവിടെ എങ്ങനെയാ വരയ്ക്കുന്നത്? അവന്റെ കാൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത് അല്ലെ. കാൽ ഉപയോഗിച്ചിട്ട് എന്ത് വരയ്ക്കുന്നുണ്ട്? ഒരു വൃത്തം വരയ്ക്കുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഇങ്ങനെ വട്ടം വരയ്ക്കുമ്പോൾ കോമ്പസിന്റെ കാലുകൾ തമ്മിലുള്ള അകലം ഇടയ്ക്ക് വെച്ച് മാറിപ്പോകരുത്. അങ്ങനെ നമ്മൾ എന്താണ് കോമ്പസിൽ എന്തിനു ഘടിപ്പിക്കുന്നു? ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോടാ? പെൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ പെൻസിൽ ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുക്കുന്ന അകലം എന്ന് പറയുന്നത് കോമ്പസിന്റെ ഈ കാലും അതേപോലെ പെൻസിലുമായിട്ടുള്ള ഈ അകലം മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ആദ്യം എടുത്ത അകലം തന്നെയായിരിക്കണം വട്ടം മുഴുവനാക്കുന്നത് വരെ. അപ്പോൾ ഈ വൃത്തം മുഴുവനാക്കുന്നത് വരെ എന്തായിരിക്കണം? ആദ്യം നമ്മൾ എത്രയാണോ അകലം എടുത്തത് അതേ അകലമായിരിക്കണം എന്നാ പറയുന്നത് കേട്ടോ. അങ്ങനെ വൃത്തം വരയ്ക്കാൻ നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ കോമ്പസിന്റെ എന്ത് ചെയ്യാം? ഈ ഭാഗം ജസ്റ്റ് പേപ്പറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുത്തി വെച്ചിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് അകലം സ്കെയിൽ വെച്ചിട്ട് അകലം എടുത്തിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ പോയി ഇങ്ങനെ വന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ പിടിച്ച് വീണ്ടും വൃത്തം എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി കേട്ടോ. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മതിയെ. ടീച്ചർ സഹായത്തോടു കൂടി വരയ്ക്കുക കേട്ടോ. അമ്മമാരോട് ചോദിച്ചാൽ മതി, അമ്മമാരും സഹായിക്കും കേട്ടോ. വട്ടം വരയ്ക്കാൻ കോമ്പസിന്റെ മുന ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തുകയും പെൻസിലിന്റെ മുന അതിനു ചുറ്റും കറക്കുകയുമാണല്ലോ. ശരിയല്ലേടാ? നമ്മള് എന്താണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ കോമ്പസിന്റെ മുന ഒരു സ്ഥലത്ത് തന്നെ ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്? വട്ടം അങ്ങോട്ട് കറക്കി കഴിഞ്ഞാൽ നമുക്കൊരു വൃത്തം കിട്ടും അല്ലേ.
ഈ സഞ്ചാരത്തിൽ എപ്പോഴും പെൻസിലിന്റെ മുന കോമ്പസ് മുനയിൽ നിന്ന് ഒരേ അകലത്തിലാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് പെൻസിലിന്റെ മുന എന്ന് പറയുന്നത് കോമ്പസ് മുനയിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരേ അകലത്തിലായിരിക്കണം. ഇത് കണക്കിന്റെ ഭാഷയിൽ എങ്ങനെ പറയാം? ഇത് നമുക്ക് കണക്കിന്റെ ഭാഷയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം കേട്ടോ. ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന്, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാതയാണ് വൃത്തം എന്ന് പറയുന്നത്. മറ്റൊരു ബിന്ദുവിന്റെ പാതയാണ് എന്തെന്ന് പറയുന്നത്? വൃത്തം എന്ന് പറയുന്നത്. നമ്മൾ വൃത്തം വരയ്ക്കാൻ നടുക്കൊരു സെന്റർ ഇടും അല്ലെ, ഒരു കുത്തിടും. അതിനുശേഷമാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? വൃത്തം വരയ്ക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഒരു നിശ്ചിത ബിന്ദു ഇതല്ലേ, ഈ ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ, ഇങ്ങോട്ടുള്ള അകലവും ഇങ്ങോട്ടുള്ള അകലവും, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം എല്ലാം സെയിം അല്ലടാ. ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാതയാണ് എന്തെന്ന് പറയുന്നത്? വൃത്തം എന്ന് പറയുന്നത്. മറ്റൊരു ബിന്ദുവിന്റെ പാതയാണ് എന്തെന്ന് പറയുന്നത്? വൃത്തം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേറെന്താ നോക്കാനുള്ളത്? വൃത്തം എന്നത് വട്ടത്തിന് കണക്ക് ഭാഷയിലെ പേരാണ്. വൃത്തം എന്ന് പറയുന്നത് നമ്മുടെ വട്ടത്തിന് കണക്ക് ഭാഷയിൽ നമ്മൾ എന്താ പറയുന്നത്? വൃത്തം എന്നാ പറയുന്നത് കേട്ടോ. വട്ടത്തിന് നമ്മൾ കണക്ക് ഭാഷയിൽ എന്താ പറയുന്നത്? വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. മറ്റു ചില പേരുകൾ കൂടിയുണ്ട് കേട്ടോ, മറ്റു ചില പേരുകൾ കൂടിയുണ്ട്. ഇനി 2-3 പോയിന്റ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? അനങ്ങാതെ നടുക്ക് നിൽക്കുന്ന ബിന്ദു. അനങ്ങാതെ എവിടെ നിൽക്കുന്ന ബിന്ദുവാണ്? നടുക്ക് നിൽക്കുന്ന ബിന്ദു. കണ്ടോടാ, അനങ്ങാതെ നടുക്ക് നിൽക്കുന്ന ഈ ബിന്ദു വൃത്ത കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. എന്താ അറിയപ്പെടുന്നത്? വൃത്ത കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് സർക്കിൾ എന്നറിയപ്പെടുന്നു കേട്ടോ. അല്ലെങ്കിൽ എന്താ അറിയപ്പെടുന്നത്? സെന്റർ ഓഫ് സർക്കിൾ അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. വൃത്ത കേന്ദ്രം എന്ന് പറയും. അനങ്ങാത്ത ബിന്ദുവും, നെക്സ്റ്റ് എന്താ? അനങ്ങാത്ത ബിന്ദു ആരാണ്? നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രമാണ് അല്ലെ. അനങ്ങാത്ത ബിന്ദുവും കറങ്ങുന്ന ബിന്ദുവും തമ്മിൽ മാറാത്ത അകലം, അകലത്തിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയും അല്ലെ. വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ എന്താ പറയുന്നത്? റേഡിയസ് എന്ന് പറയും. ഒന്ന് ശ്രദ്ധിച്ചേടാ മക്കളെ. വൃത്തത്തിന്റെ ആരം റേഡിയസ്. മിസ് ഒരു കുഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് വൃത്തത്തിലേക്ക് ഏത് പോയിന്റിലേക്ക് വരയ്ക്കുന്നതും എന്തായിരിക്കും? ആരമായിരിക്കും കേട്ടോ. എടാ, ഇത് മിസ് ഇവിടെ എഴുതിയേക്കുന്നു 5 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റേഡിയസ് എത്ര തന്നെയായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിക്കേടാ, എത്രയായിരിക്കും? കിട്ടിയോ? എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും അല്ലെ. എത്ര സെന്റിമീറ്റർ തന്നെയായിരിക്കും? 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഇനി മിസ്സിനൊരു ഡൗട്ടേ. മിസ് എന്ത് ചെയ്തു? ഈ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു കേട്ടോ. ഇതും എത്ര സെന്റിമീറ്റർ തന്നെയാണ്? 5 സെന്റിമീറ്റർ തന്നെയാണ് കേട്ടോ. ഇതും എന്ത് തന്നെയാണ്? ആരം തന്നെയാണ്. അപ്പൊ ആരം എത്രയാണോ അത് എങ്ങോട്ട് വരച്ചാലും ആരത്തിന്റെ ആരം സെന്റിമീറ്റർ മാറുന്നില്ല കേട്ടോ. അപ്പോൾ ആരം 4 സെന്റിമീറ്റർ ആയ വട്ടം എങ്ങനെ വരയ്ക്കും? വൃത്തം എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം നമ്മുടെ സ്കെയിൽ എടുക്കുക കേട്ടോ. സ്കെയിൽ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? കോമ്പസിന്റെ ഒരഗ്രം ഇവിടെ കുത്തിയതിന് ശേഷം കോമ്പസിന്റെ ഒരറ്റം ഇവിടെ കുത്തുക. എന്നിട്ട് പെൻസിലില് 4 എന്ന് പറയുന്ന പോയിന്റ് വരെ ഒരു അകലം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? പേപ്പറിന്റെ കറക്റ്റ് സെന്ററിൽ പേപ്പറെ കൊണ്ടുവന്ന് സെന്റർ കുത്തിയിട്ട് കോമ്പസിന്റെ മുന്നിലുള്ള ഭാഗം കുത്തുക. ദെൻ എന്ത് ചെയ്യുക? ഒരു വൃത്തം അങ്ങോട്ട് വരച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി പല വട്ടങ്ങൾ വരച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നത് നോക്കാം അല്ലെ. പല വട്ടങ്ങൾ വെച്ചിട്ട് എന്ത് വരയ്ക്കാം? ചിത്രങ്ങൾ വരയ്ക്കാം കേട്ടോ. അത്ര വലുതല്ലാത്ത ഒരു വര വരയ്ക്കുക. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ആദ്യം എന്താ പറഞ്ഞേക്കുന്നത്? വലിയ വലുതല്ലാത്ത ഒരു വര വരയ്ക്കുക. അതിന്റെ രണ്ടറ്റവും എന്താ പറഞ്ഞേക്കുന്നത്? അതിന്റെ രണ്ടറ്റവും കേട്ടോ. അപ്പൊ ഇതാണ് ഒരറ്റം എന്ന് പറയുന്നത്, ഇതാണ് മറ്റേ അറ്റം എന്ന് പറയുന്നത് അല്ലെ. രണ്ടറ്റവും കേന്ദ്രങ്ങളായി വരയുടെ നീളം ആരമായി ഒരു വട്ടം 2 വട്ടം വരയ്ക്കുക. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാല് ഒരു ലൈൻ വരയ്ക്കുക. അതിന്റെ രണ്ടറ്റവും എന്താക്കുക? കേന്ദ്രമായിട്ട് എടുക്കുക കേട്ടോ. വരയുടെ നീളം ആരമായിട്ട് എടുത്തു. വരയുടെ നീളം എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ മുതൽ ഇവിടം വരെ നിങ്ങൾ എത്രയാണോ എടുത്തേക്കുന്നത്, ഇപ്പം ഒരു 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അത്രയും 3 സെന്റിമീറ്റർ തന്നെ എന്തെടുക്കുക? കോമ്പസിൽ എടുക്കുക കേട്ടോ. കോമ്പസിൽ എടുത്തിട്ട് കോമ്പസിന്റെ മുന്നേ ആദ്യം ഈ പോയിന്റിൽ കുത്തിയിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കുക? ഈ പോയിന്റിൽ കുത്തിയിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കുക? ഒരു വൃത്തം വരയ്ക്കുക. ആ പോയിന്റ് കുത്തിയിട്ട് നിങ്ങൾ ആദ്യം എന്ത് വരയ്ക്കുക? ഒരു വൃത്തം വരയ്ക്കുക.
ദെൻ അടുത്തത് ഈ പോയിന്റ് കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഒരു വൃത്തം കൂടെ വരയ്ക്കുക കേട്ടോ. ആദ്യം ഈ പോയിന്റ് കുത്തിയിട്ട് ഒരു വൃത്തം വരയ്ക്കുക, നെക്സ്റ്റ് ഈ പോയിന്റിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഒരു വൃത്തം കൂടെ വരയ്ക്കുക. ഈ വട്ടങ്ങൾ മുകളിലേതും താഴെയും മുറിച്ചു കിടക്കുന്ന സ്ഥാനങ്ങൾ വരയുടെ അറ്റമായി ചേർത്ത് വരയ്ക്കുക. അപ്പൊ എന്താ പറഞ്ഞേക്കെന്ന് വെച്ചാല് ശ്രദ്ധിച്ചോണോട്ടോടാ, ഇത്ര പറഞ്ഞിട്ടുള്ളൂ, ഒന്നുമില്ല. ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക, കണ്ടോ. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക, കണ്ടല്ലോ. ഇതേപോലെയാണ്, നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരച്ച് കറക്റ്റ് അല്ലേടാ? കറക്റ്റ് ആണ് അല്ലേ. ഇനി ഈ ചിത്രത്തിന് ഇങ്ങനെ നിറം കൊടുത്ത് നോക്കിക്കേടാ, ഇങ്ങനെ നിറം കൊടുത്ത് നോക്കിക്കേ. എന്ത് ചെയ്യാ, ഇവിടെ ഒരു കളർ കൊടുക്കുക, ഇവിടെ ഒരു കളർ കൊടുക്കുക. ഇവിടെ ബ്ലൂ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഏതാണ്, യെല്ലോ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്താടാ, മറ്റൊരു ചിത്രം. ഇനി നമ്മൾ എന്ത് വരയ്ക്കാൻ പോവാണ്, വേറൊരു ചിത്രം വരയ്ക്കുകയാണ് കേട്ടോ. നേരത്തെ വരച്ചതുപോലെ 2 വട്ടങ്ങൾ വരയ്ക്കുക. നേരത്തെ വരച്ചതുപോലെ തന്നെ 2 വട്ടങ്ങൾ വരയ്ക്കുക, പ്രത്യേകിച്ച് ഒന്നുമില്ല. ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളൊരു ലൈൻ വരയ്ക്കുക. മിസ്സിന്റെ ലൈൻ കുറച്ച് ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ടല്ലോ. മിസ് ഒന്നുകൂടെ വരയ്ക്കട്ടെ. ഇവിടെ വരയ്ക്കുക അല്ലേ, ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ 2 പോയിന്റ് അല്ലേടാ ഉള്ളത്, 2 പോയിന്റ് അല്ലേ. ഇത് കറക്റ്റ് എടുക്കുമ്പോൾ ഇത്ര സെന്റിമീറ്റർ വീതം എടുക്കുക കേട്ടോ. ഒരു 6 സെന്റിമീറ്റർ എടുത്തോളി. എത്രയാണ്, 6 സെന്റിമീറ്റർ വീതം എടുക്കുക കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കറക്റ്റ് 6ന്റെ പകുതി എത്രയാടാ, 3 ആണ് അല്ലേ. 3 സെന്റിമീറ്റർ വരുന്നിടത്തും ഒരു കുത്തിട്ട് വെക്കുക. 3 സെന്റിമീറ്റർ വരുന്നിടത്ത് എന്ത് ചെയ്യുക, ഒരു കുത്തിട്ട് വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സ്ഥാനം ക്രമമായി ഇതേ ആരത്തിൽ ആദ്യം വരച്ച വര നീട്ടി മറ്റൊരു ചിത്രം നേരത്തെ വരച്ച പോലെ 2 വട്ടങ്ങൾ വരയ്ക്കുക. ആദ്യം വരച്ച വര നീട്ടിയിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്, ആദ്യം വരച്ച വര നീട്ടിയിട്ട് വരയ്ക്കാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ഇങ്ങനെ വരയ്ക്കാം, വേറെ രീതി മിസ് കാണിച്ചു തരാവേ. ഇത്രയേ ഉള്ളൂ. ആദ്യം ഒരു വര വരയ്ക്കാം. ആദ്യം നമ്മുടെ ചെറിയ വര, ചെറിയ വര വരച്ചു. എന്നിട്ട് ഇത് ആരമായിട്ട് എടുത്തിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഈ വരയുടെ നീളം എന്ന് പറയുന്നത് ഒരു 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, എന്നിട്ട് കോമ്പസിന്റെ പോയിന്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒരു വൃത്തം വരയ്ക്കുക കേട്ടോ. ഇവിടുന്ന് ഒരു വൃത്തം വരയ്ക്കുക. ദെൻ ഈ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ പോയിന്റ് വെച്ചിട്ട് ഇവിടുന്നും ഒരു വൃത്തം വരയ്ക്കുക കേട്ടോ. മിസ്സിന്റെ വലിയ വൃത്തിയൊന്നും ആയിട്ടില്ല, നിങ്ങൾ വൃത്തിക്ക് വരക്കണേ. മിസ് വരച്ച വൃത്തിയായിട്ടില്ല കേട്ടോടാ, നിങ്ങൾ വൃത്തിക്ക് വരയ്ക്കണേ. ഇവിടുന്ന് ഒരു വൃത്തം വരയ്ക്കുക. ദെൻ എന്താ പറഞ്ഞേക്കുന്നത്, അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്, ഈ വര കുറച്ച് മുന്നോട്ട് നീക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ആ വര എന്ത് ചെയ്യുക, കുറച്ച് മുന്നോട്ട് നീക്കിയിട്ട് വീണ്ടും എന്ത് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്, ഒരു വൃത്തം കൂടെ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ആ വര മുന്നോട്ട് നീക്കിയിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഒരു വൃത്തം കൂടെ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് മിസ് ഒന്ന് വായിക്കുകയാണ്. ആദ്യം എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്, മിസ് ഈ ഫോട്ടോയിൽ തന്നെ കാണിച്ചു തരാവേ. ആദ്യം നിങ്ങൾ ഇതേപോലെ ഒരു കുഞ്ഞു വര വരയ്ക്കുക. ഓക്കെ, ഈ വര വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇതൊരു പോയിന്റ് ആക്കി എടുത്തിട്ട് ഒരു വൃത്തം വരയ്ക്കുക. ഇതൊരു പോയിന്റ് ആക്കിയിട്ട് ഒരു വൃത്തം വരയ്ക്കുക. അത് കഴിഞ്ഞ് ഈ വരയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നീക്കിയിട്ട് ഒരു ലൈനും കൂടെ വരയ്ക്കുക. എന്നിട്ട് ഇത് കേന്ദ്രമാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു വൃത്തം വരയ്ക്കുക. ഇത് കേന്ദ്രമാക്കിയിട്ട് എന്ത് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്, ഒരു വൃത്തം വരയ്ക്കുക. ആദ്യം വരച്ച വര ഇനി മായ്ച്ചു കളയാം. അപ്പൊ ഏത് വര മായ്ച്ചു കളയാനാ പറഞ്ഞേക്കുന്നത്, നമ്മൾ ആദ്യം വരച്ച വര ഉണ്ടല്ലോ, ഈ കിടക്കുന്ന വര കേട്ടോ. ആദ്യം മിസ് മായ്ച്ചിട്ടുണ്ട്. ആദ്യം വരച്ച വര എന്ത് ചെയ്യാം, മായ്ച്ചു കളയാം. പിന്നെന്താണ്, നടുവിലത്തെ വരയെ മറ്റു 2 വട്ടങ്ങൾ മുറിച്ചു കിടക്കുന്ന 4 സ്ഥാനങ്ങൾ കണ്ടില്ലേ, ഇവ തമ്മിൽ ചേർത്ത് വരച്ചാൽ ഇങ്ങനെയൊരു രൂപം കിട്ടും. ഇവ തമ്മിൽ ചേർത്ത് വരച്ചാൽ എങ്ങനത്തെ രൂപം കിട്ടും, ഇങ്ങനെ ഒരു രൂപം കിട്ടും. അപ്പൊ മിസ് കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഉണ്ടോ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക കേട്ടോ. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ എന്റെ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വരച്ചിട്ട് റിപ്പീറ്റ് കാണണം കേട്ടോ, എന്നാൽ മാത്രമേ പിടി കിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ സെന്ററിൽ ഈ വര മായ്ക്കണം കേട്ടോ. എന്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിസ് ആദ്യം പറഞ്ഞില്ലേ, ഒരു ലൈൻ വരയ്ക്കാൻ, അത് വരയ്ക്കുമ്പോൾ ഭയങ്കര കട്ടിയിൽ വരയ്ക്കരുതേ, നമുക്കത് മായ്ച്ചു കളയാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രം വരയ്ക്കുക കേട്ടോ. നടുവിലത്തെ വട്ടത്തിലെ 6 കുത്തുകളിൽ ഒരെണ്ണം കേന്ദ്രമാക്കി. അടുത്തെന്താ പറഞ്ഞേക്കുന്നത്, നടുവിലത്തെ വൃത്തത്തിലെ 6 ഒന്ന് കേന്ദ്രമാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ മിസ് കാണിച്ചു തരാവേ. എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനെ കേന്ദ്രമാക്കി അവിടെ വെക്കുക. എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യാം, കണ്ടോ. ഓക്കെ, ഇനി ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ് അല്ലേ. അപ്പൊ ഇതിനെ കേന്ദ്രമാക്കി വെക്കുക. ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കാം.
ഓക്കെ, നെക്സ്റ്റ് ഇത് കേന്ദ്രമാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക? ദാ ഇങ്ങനെ ഇങ്ങോട്ടും വരയ്ക്കുക. കണ്ടോടാ? മിസ് വരച്ച വലിയ വൃത്തിയായില്ല, നിങ്ങൾ വൃത്തിക്ക് വരയ്ക്കണേ. ദാ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. ദാ ഇവിടെ വരച്ചിട്ടുണ്ട്. ദാ കറക്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് കിട്ടും കേട്ടോ. മിസ് ഇവിടെയും കൂടെ ഒന്ന് വരച്ച് നോക്കാം. ദാ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് കിട്ടുമേ, പോയിന്റ് കറക്റ്റ് കിട്ടും. ഓക്കെ, ഇങ്ങനെ ഇങ്ങോട്ട് വരും. ദെൻ ഇതിങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് കിട്ടും കേട്ടോ മക്കളെ. മിസ്സിൻ്റെ അത്ര കറക്റ്റ് ആവാഞ്ഞിട്ടാണേ. ഓക്കെ, റെഡി. കണ്ടല്ലോടാ? അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളാണ് കേട്ടോ. മിസ് ഒന്നുകൂടെ പറഞ്ഞു തരാൻ വരയ്ക്കുന്നത് എങ്ങനെയാന്ന്. ഒരാളെ നടുവിൽ വെക്കുക കേട്ടോ. മിസ് ഒന്നുകൂടെ വരച്ച് കാണിക്കാവേ. ആദ്യം ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കാം. മിസ്സിൻ്റെ വര അത്ര കറക്റ്റ് ആകുന്നില്ല അല്ലേ? മിസ് കാണിച്ചു തരാവേ. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ദെൻ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ദെൻ അടുത്തത് എങ്ങനെയാണ്? അടുത്തത് ഇതിങ്ങനെ വരും. ഓക്കെ, എവിടെയോ ഒന്ന് മിസ്റ്റേക്ക് പറ്റിയുള്ളൂ. ഇതിങ്ങനെ വരും. ഇത് ഇങ്ങനെ വരും. ഇത്രയും നേരം വരച്ച് വൃത്തി പാടും കഴിഞ്ഞു.